കൃഷ്ണാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് റവ വെച്ചിട്ടുള്ള സ്പൈസി ആയിട്ടുള്ള കുറിക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാനൊരു മിക്സി ജാറിൽ കുറച്ച് റവ ഇട്ടിട്ടുണ്ട്. നമുക്ക് 1.5 കപ്പ് റവ എടുത്തിട്ട് അത് പൊടിച്ച് കൊണ്ടുവരാം. റവ ഞാൻ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നമുക്കത് കുഴച്ചെടുക്കണം. നമുക്ക് പരത്താൻ പാകത്തിനുള്ള അങ്ങനെ വേണം വെള്ളം ഒഴിച്ചിട്ട് കുഴക്കാൻ. ഇത് ഞാൻ നല്ലപോലെ കുഴച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പരത്തിയെടുക്കാം. ഇനി ഇത് നമുക്ക് ചെറിയ 2 ബോളാക്കിയിട്ടാണ് ഞാനുള്ളത്. അത് നമുക്കിങ്ങനെ ആദ്യം ഒന്ന് ചെറുതായിട്ട് പരത്തി കൊടുക്കാം. രണ്ടും ഒരുപോലെ പരത്തിയിട്ട് രണ്ടും ചേർത്ത് വെച്ചിട്ട് നമുക്കൊന്ന് നേർങ്ങനായിട്ട് പരത്താനുണ്ട്. ഇതുപോലെ 2 എണ്ണം പരത്തി കഴിഞ്ഞിട്ട് നമുക്കിനി ഇത് 2 ചേർത്ത് വെച്ച് കുറച്ചുകൂടെ നല്ല നേർങ്ങനായിട്ട് പരത്തിയെടുക്കാം. ഇത് ഞാൻ നല്ല നേർങ്ങനായിട്ട് നേർങ്ങനായിട്ട് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. സ്ക്വയറായിട്ടാണ് നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഞാൻ ഇത് തിരിച്ചു വെച്ചിട്ടുണ്ട്. ഇതൊന്ന് ഇതുപോലെ തന്നെ വീണ്ടും കട്ട് ചെയ്തെടുക്കാം. ഇതെല്ലാം ഞാൻ മുറിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടായ എണ്ണയിലിട്ട് വറുത്തെടുക്കണം. ഇത് ഏകദേശം ഒന്ന് കളർ മാറി വരുമ്പോൾ ബ്രൗൺ കളർ ആവാൻ തുടങ്ങുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. ഇത് ഏകദേശം ആയിട്ടുണ്ട്. നമുക്കിത് എല്ലാം കോരിയെടുക്കാം. ഇത് നല്ല ക്രിസ്പി ആയിട്ടാണ് ഉണ്ടാവുക. ഞാനെല്ലാം വറുത്ത് കോരി കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ ചേർത്താൽ ഇത് നല്ലൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടും. അതിന് വേണ്ടിയാണ് ഇത് ചേർത്ത് കൊടുക്കുന്നത്. അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചൂടോടെ തന്നെ ആകുമ്പോൾ വേഗം അരിഞ്ഞ് കിട്ടും. അതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഞാൻ ഒരു 1.25 ടീസ്പൂണോളം മുളക് പൊടിയും 1 ടീസ്പൂണോളം ഒറിഗാനോ 1/2 ടീസ്പൂണോളം ചാറ്റ് മസാലയും ഒരു നുള്ളു ഉപ്പ് കൂടെ എടുത്തിട്ടുണ്ട്. ഉപ്പ് ഓൾറെഡി നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നാലും നമുക്കിതൊരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം നമുക്ക് ഇതിലേക്ക് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് വളരെ ടേസ്റ്റാണ്. കുട്ടികൾക്കെല്ലാം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. ഇത് നമുക്ക് ബേക്കറിയിലൊന്നും പോയിട്ട് ഒന്നും വാങ്ങിക്കൊടുക്കാതെ തന്നെ കുട്ടികൾക്ക് നല്ല ഈവനിങ് സ്നാക്കായിട്ട് അവർ വെറുതെ ഇരിക്കുമ്പോൾ കഴിക്കാനെല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്ക് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും മടിക്കരുത്.